അല്ലേ ഇപ്പൊ KS നോട്ടിഫിക്കേഷനൊക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ആ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്നിരുന്ന ആ സംശയത്തിനൊക്കെ ഒരുവിധം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു KS എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് KS മെൻറ്റർ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്? KS മെൻറ്റർ എന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വേറെ ഒരു സ്ഥാപനത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത ആദ്യത്തെ KS എക്സാം റിസൾട്ടുള്ള സ്ഥാപനമാണ്. 105 പേരിൽ 73 പേരുടെ റിസൾട്ട് കയ്യിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ ഡിഗ്രി തല പരീക്ഷകളിൽ വന്ന ആ ഒരു മാറ്റം, ആ ഒരു ഓർഗനൈസേഷണൽ മെമ്മറി എന്ന രീതിയിൽ കയ്യിലുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലായാലും നോട്ടുകളുടെ കാര്യത്തിലായാലും UPSC നിലവാരത്തിലുള്ള ക്ലാസ്സുകളുടെ കാര്യത്തിലായാലും എല്ലാം ഈ KS പരീക്ഷ നേടാൻ വേണ്ടി എല്ലാ രീതിയിലും KS മെൻറ്റർ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. ആൻഡ് KS മെൻറ്റർ ഹാൻഡ് ഔട്ടുകൾ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലെ ചോദ്യത്തെ എങ്ങനെ നേടണം എന്നടക്കം ഇപ്പോഴത്തെ നമ്മുടെ ഡിഗ്രി തല ഹാൻഡ് ഔട്ടുകൾ ഉപയോഗിച്ചിട്ടടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എല്ലാ തരത്തിലും നമ്മൾ റെഡിയാണ്. ഇനി ആ കൂട്ടത്തിലോട്ട് ഇപ്പോൾ AI വന്നിരിക്കുകയാണ്. അപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ടുള്ള മുഴുവൻ അനാലിസിസ് എടുത്തുകൊണ്ട് എക്സാമിന് ഫുള്ളായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് KS മെൻറ്റർ. ഇപ്പോൾ KS എക്സാമിന് മൊത്തം 3 സ്ട്രീമാണുള്ളത്. സ്ട്രീം 1 ഉണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് 2 ഉണ്ട്, ഗസറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ 3 ഉണ്ട്. ഈ 3 സ്ട്രീമിനെ കൂടെ എങ്ങനെയായിരിക്കും ഒരുമിച്ച് കൊണ്ടുവന്നത്? കാര്യം 3 പേരുടെ റിക്വയർമെന്റ് വേറെ വേറെ. അതെ, ഇത് പൊതുവേ ഉള്ളൊരു ആസ്പിരൻസിന്റെ ഇടയിൽ തന്നെയുള്ള ഡൗട്ടാണ്. ഈ എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്ക് ഒരുപോലെ പഠിക്കാൻ പറ്റുമോ? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്ട്രീമിലുള്ള ആൾക്കാർക്കും സിലബസ് ഒന്നാണ്. ആകെ വ്യത്യാസമുള്ളത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന കട്ട് ഓഫ്, ഇതിലാണ് വ്യത്യാസം. ഇപ്പോൾ ആ കട്ട് ഓഫ് തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ സ്ട്രീം 1 പ്രിലിമിനറിക്ക് 77 ആണെങ്കിൽ സ്ട്രീം 3 എത്തുമ്പോഴേക്കും 50 അത് എത്തി. അപ്പോൾ ആ ഒരു വ്യത്യാസം കട്ട് ഓഫിലുണ്ട്. പക്ഷേ പഠിക്കേണ്ട കാര്യങ്ങൾ, സിലബസ് എങ്ങനെയാണോ ഒരു സ്ട്രീം 1 ഉദ്യോഗാർത്ഥി പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോടെ തന്നെ സ്ട്രീം 2ഉം സ്ട്രീം 3ഉം ഉദ്യോഗാർത്ഥികൾ പഠിക്കണം. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവരെടുത്ത ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെ നമ്മൾ KS മെൻറ്റർ സ്വാഭാവികമായും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അവരെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്ട്രീം 2 സ്ട്രീം 3 ഉദ്യോഗാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പോകുന്നുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ നോട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബേസ് കൂട്ടുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഇപ്പോൾ ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങളുടെ ഇവല്യൂഷൻ ആയിരിക്കില്ല ഇവിടെ KS നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇങ്ങനെ കാറ്റഗറി ഓഫ് ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബാച്ചിലോട്ടുകൂടെ നമ്മൾ നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ 3 കാറ്റഗറിയും ഒരേ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നുകൊണ്ട് ഈ പരീക്ഷ നമ്മൾ പാസ്സാക്കുന്നത്. ഓക്കെ. പിന്നെ KS എക്സാമിന്റെ ഏറ്റവും വലിയ എല്ലാവരുടെയും ഒരു പേടിയാണ്, ഇതിൽ റിട്ടേൺ എക്സാം ആണ് അല്ലെ? മെയിൻസ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ്. പൊതുവേ ഒരു കൺവെൻഷണൽ PSC എക്സാമിനുള്ള ഒരു കാര്യമല്ല അത്. അപ്പൊ എല്ലാവരുടെയും ഒരു പേടിയാണ് റിട്ടേൺ എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം, അതിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ്? റിട്ടേൺ എക്സാം എന്നുള്ളത് ഇപ്പോൾ ഇതിൽ ഈ പരീക്ഷ എഴുതുന്ന ഒരു ക്രൗഡ് UPSC ക്രൗഡാണ്. അപ്പോൾ അവർക്കറിയാം റിട്ടേൺ എക്സാം എന്നുള്ളതാണ്. ആകെ അവിടെ വരുന്ന മാറ്റം 3 മാർക്ക് 5 മാർക്ക് എന്ന രീതിയിലോട്ട് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു അഡ്വാൻറ്റേജ്, പ്രിലിമിനറി മെയിൻസിൻ്റെ സിലബസ് ഒന്നായിരുന്നു. പിന്നെ ചിലപ്പോൾ സിലബസ് മാറിയിട്ട് മേ ബി എത്തിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ വന്നോട്ടെ. അപ്പോഴും സംഭവിക്കുന്നത് പ്രിലിമിനറി എക്സാമിൽ നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ചോദ്യം ചെയ്യാൻ പഠിച്ച കണ്ടന്റ് അതിനെ ഒരു അനലിറ്റിക്കലി മനസ്സിലാക്കിക്കൊണ്ട് ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കിലോ അല്ല 50 വാക്കിലോട്ടോ 100 വാക്കിലോട്ടോ എഴുതാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ ചെയ്യുന്നത്. ആ നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഴുത്ത് എന്നുള്ള പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ക്രാക്ക് ചെയ്യാവുന്ന ഒന്നാണ് എന്ത്, ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതുക എന്നുള്ളത്. അതിൻ്റെ ഫുൾ കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ തവണ സ്ട്രീം 2 സ്ട്രീം 3 റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 60%-ലധികം ആൾക്കാർ നമ്മൾ ജയിപ്പിച്ചു വിട്ട ആൾക്കാരാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്. ഏത് വർഷത്തിൽ നിങ്ങൾ ഈ പഠനം അവസാനിപ്പിച്ച സ്ട്രീം 2-കാരനായിക്കോട്ടെ സ്ട്രീം 3-കാരനായിക്കോട്ടെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി അടുത്തൊരു പേടിയാണ്, പൊതുവെ PSC ആസ്പിറൻസിനാണ് ഈ പേടി കൂടുതൽ. UPSC ആസ്പിറൻസിനോടൊപ്പമാണ് മുട്ടി നിൽക്കേണ്ടത്. എങ്ങനെ ഇവരോടൊപ്പം ഒന്ന് പിടിച്ചു നിൽക്കും? കാര്യം ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണ്. ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ പിന്നിലായി പോകും. പരീക്ഷാ പാറ്റേൺ UPSC മോഡലിലോട്ടാക്കി എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ആണ് എന്നേ ഉള്ളൂ. പരീക്ഷയിലെ സിലബസ് പുതിയ സാധനമല്ല, അല്ലെങ്കിൽ UPSCയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു PSC സിലബസ് തന്നെയാണ് എന്ത്, ഈ KS സിലബസ്. ഇനി
ഒന്നുകൂടെ കോൺഫിഡൻസിന് വേണ്ടി ചില കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെൻറ്റ്, എൻവയൺമെൻറ്റ്, ഡിസാസ്റ്റർ, ഇതെല്ലാം ഇവൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ സിലബസിൽ PSC ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നതാണ്. അതിനെ ഒരു എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ UPSC കാരണം നിങ്ങളുടെ മുന്നിലുള്ള അഡ്വാൻറ്റേജ് എന്ത് മാത്രമാണ്, അവർ ഈ എഴുത്ത് മുമ്പ് ശീലിച്ചു കാണും. അത് അവർ എത്ര സമയം കൊണ്ടാണ് ശീലിക്കുന്നത്? ഒരു സമയത്ത് UPSC ആസ്പിരന്റ് ആയിരുന്ന ആളാണല്ലോ അനന്തരം മനസ്സിലാവും. ഒരു 3 month 4 month കൊണ്ട് എഴുതി ഉണ്ടാക്കിയ അറിവാണ് അവര്. ഇവരുടെ അതേ പോലെയുള്ള കോളേജുകളിൽ നിന്ന് പാസ്സാട്ടവരാണ് നമ്മുടെ ഈ PSC ക്രൗഡ് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടത് എന്താ, UPSC-ക്കാർ ഒരു ഘട്ടത്തിൽ അവർ ആ ഗോൾഡൻ ഇയർ ഓഫ് പ്രിപ്പറേഷനിൽ ചെയ്ത കാര്യം ഇവരൊരു 3 മാസം കൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഈ ക്രൗഡിനെ ആ ക്രൗഡിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ എത്തിക്കാൻ പറ്റും എന്നുള്ള ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ UPSC-കാരായ സ്റ്റുഡൻസ് നമുക്ക് ഒരുപാട് പേരുണ്ട്, നമ്മുടെ ബ്രിഡ്ജ് ബാച്ചുകളിലെല്ലാം ഉണ്ട്. അവരെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, കേരള സിലബസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇങ്ങനെ അവരവിടെ കൺവെൻഷനലി ഒരു UPSC സിലബസിന് പഠിക്കാത്ത കാര്യങ്ങള് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ട് അവരെ ഇവരുടെ പേജിലോട്ട് ആക്കണം. അല്ല, ഇവർക്ക് മാത്രമല്ല PSC-ക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ എന്താ പറയുക ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അവരെ എക്സാമിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അത് എല്ലാ രീതിയിലും എല്ലാ ക്രൗഡിന് വേണ്ടിയിട്ടും KS മെൻറ്റർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ബാച്ച് എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അത് ഒരുപാട് ആസ്പിറൻസിന് ഇടയിലുള്ള ഒരു സംശയമാണ്. അതെ, നമുക്കും കുറേ ദിവസമായിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് KS ബാച്ച് എന്നുള്ളത്. അപ്പോൾ ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള ഇൻഫർമേഷൻ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അഡ്മിഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് ഞാൻ പറയാൻ കൂടെ ഉള്ളതിൻ്റെ കാരണം, ഇത്രയും മാസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ കറണ്ട് അഫെയർ നമുക്ക് പഠിക്കാനുണ്ട്, ഇത്രയും ഹാൻഡ് ഔട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, KS മെൻറ്ററിൻ്റെ KS ഓറിയൻറ്റഡ് ബുക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ ഇത്രമാത്രം 3000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇതിനൊക്കെ അപ്പുറം എഴുത്ത് പരീക്ഷ മുമ്പ് എഴുതിയിട്ടില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ പ്രാക്ടീസും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയൊരു വർക്കാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അത് എളുപ്പമാക്കി തരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് വരിക, അധികം സമയം കളയാതെ. അത് ഏത് സ്ട്രീമിലുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് എക്സാം പാസ്സാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് വന്ന് ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക, പഠിത്തം ആരംഭിക്കുക.